നാൻസി സമാധാനമുള്ള രാത്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ തലേന്നായിട്ടുണ്ട്. കാരണം ബഹളങ്ങളുടെ ഇടയിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അറിയാൻ വയ്യാത്ത കാര്യം ആദ്യമായിട്ട് കസ്റ്റമറുടെ തുണി ചെയ്യുവാണല്ലോ. മിക്കപ്പോഴും നാൻസി സമാധാനമുള്ളപ്പോഴേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് തുണി തികയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് നോക്കിയതാണ്. ലൈനിങ് ഒക്കെ അതിനെ കട്ട് ചെയ്ത് നോക്കി. ആവശ്യത്തിനുണ്ട്, ചെറിയൊരു ഡ്രേപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ. അതൊരു സാമ്പിൾ തുണിയിൽ ചെയ്ത് നോക്കി. അത് ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള തുണി തികയുമോ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നോക്കിയതാണ്, കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ കട്ടൊക്കെ ചെയ്ത് പിറ്റേന്ന് രാവിലെ തന്നെ ചേച്ചിമാർക്ക് ഓരോ പീസ് കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം കസ്റ്റമർ വരും വാങ്ങാനായിട്ട്. അപ്പോൾ അടുത്ത കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ജഗഭോഗമയാണ്. കാരണം ആ ഒരാഴ്ചയിൽ ചെയ്ത് വെച്ചിരിക്കുന്നവരെല്ലാവരും അന്നാണ് വാങ്ങാൻ വരുന്നത്. കൂടുതലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കസ്റ്റമർ കാണും. അതൊരു പ്രാർത്ഥനയുടെ ദിവസം കൂടിയാണ്. കാരണം എല്ലാം റെഡിയാവണേ, ഓൾട്രേഷൻ ഒന്നും മാക്സിമം വരരുതേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞാളുടെയാണ്. ആൾക്ക് 2 ചേച്ചിമാരും കൂടി ഉണ്ട്. അവരുടെയും കൂടി ഡ്രസ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നാൻസിക്ക് ഡ്രേപ്പിങ്ങിൽ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിനോടൊക്കെ സജഷൻസ് ഒക്കെ ചോദിച്ച് അവരുടെയും കൂടി അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് ഉപ്പട സിൽക്ക് മെറ്റീരിയലാണ്. അങ്ങനെ 3 റെഡി ആയിട്ട്